എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പപ്പായ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പപ്പായ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പപ്പായ തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പപ്പായയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു ചോപ്പറിലിട്ട് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ചെറുതായി അരിഞ്ഞെടുത്താലും മതിയാകും. അപ്പോൾ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 4 ചുവന്നുള്ളി, 2 പച്ചമുളക് ഇവയൊക്കെ ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇവ രണ്ടും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ആവിയിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 7-8 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3/4% വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 1-2 കാര്യങ്ങൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ഈ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്നുകൂടി മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കണം. ഇനി 1-2 മിനിറ്റൊക്കെ ആവിയിൽ കിടന്നാൽ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ആവിയൊക്കെ കയറി പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്